ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ളൊരു കേക്കാണ്. നമ്മൾ വെറും 15 മിനിറ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളൊരു കേക്കാണ്. ക്യാരറ്റും പഴവും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ കേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമല്ല. നമുക്കൊരു 15-20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പഞ്ഞി പോലെയുള്ളൊരു കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 1 പഴം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ 2 പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുത്താലും മതിയാവും. 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു 4 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വരത്തക്ക രീതിയിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. നമുക്ക് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ഒന്ന് പതുക്കെ വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഏകദേശം 1/2 കപ്പ് അളവിൽ ക്യാരറ്റാണുള്ളത്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ക്യാരറ്റ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കുത്തി ഇളക്കി ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല. അത് ഈ ഒരു രീതിയിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരുന്നത്. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കപ്പ് കേക്ക് പേപ്പർ ഇതുപോലെ കുഞ്ഞ് ബൗളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൗളിൽ തന്നെ ഡയറക്റ്റായിട്ട് മാവ് ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരല്പം എണ്ണ തടവിയതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ പേപ്പറിലായാലും അല്ലെങ്കിൽ ബൗളിലായാലും ഒന്ന് പകുതിയോളം വരത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം വെന്ത് വരുമ്പോഴത്തേക്കും ഇത് ഒരുപാട് പൊങ്ങി വരും. അപ്പോൾ അത് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബൗളിൻ്റെയോ പേപ്പറിൻ്റെയോ പകുതിയോളം വരത്തക്ക രീതിയിൽ വേണം മാവൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ എല്ലാ ബൗളിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബൗളെല്ലാം തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് അടച്ച് വെച്ചിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരേക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കേക്കൊക്കെ 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല പഞ്ഞി പോലെയുള്ള കേക്ക് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ കേക്ക് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.